ഇല്ലാത്തവർക്ക് ഒരു തൊഴിലുറപ്പ് കിട്ടിയാൽ കൂടി അതിനും കാട്ടിയാണ് കൊടുക്കുക. അപ്പൊ ഇത് ശരിയല്ല, ഒരു സംശയമില്ല. ഇതിനെക്കുറിച്ച് നല്ലൊരു കയറ്റമാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യം അതിന് 3 ഇരട്ടിയാണ്. അത് അവർക്ക് തരാൻ സാധിക്കുന്നതിന് വേണ്ടി നമ്മൾ പിന്തുണ തരും. അതിനൊപ്പം എന്തെങ്കിലും ഉടനെ കൂട്ടിത്തരണം. ഒരു 3 ഇരട്ടി അല്ലെങ്കിൽ 2 ഇരട്ടിയെങ്കിലും കൂട്ടിത്തരട്ടെ എന്നാണ് നമ്മുടെ ആദ്യത്തെ ഒരു അഭ്യർത്ഥന. ഇങ്ങനെ വിടരുത്. അതുകൊണ്ട് രണ്ടാമത്തത് ഞാൻ യോജിക്കുന്നത്, നിങ്ങൾക്ക് ഒരിക്കലും 3-4 മാസം നിങ്ങൾ ശമ്പളത്തിൽ കാത്തിരിക്കാൻ പാടില്ല. അതിൽ ആരും തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പരസ്പരം കേന്ദ്രവും സംസ്ഥാന സർക്കാരും കൂടി വിരല് ചൂണ്ടുകയാണ്. സംസ്ഥാന സർക്കാർ പറയുന്നു കേന്ദ്രത്തിന് പണം വരാത്ത കാരണമാണ് നിങ്ങൾക്ക് സമയത്ത് കിട്ടാത്തത്. കേന്ദ്ര സർക്കാർ പറയുന്നു സംസ്ഥാന സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ അക്കൗണ്ടിൽ പോകാത്ത കാരണമാണ് അവരതിന് ഭാഗം തരാത്തത്. ഈ തർക്കത്തിൽ ഞാൻ ഡൽഹിയിൽ പോയിട്ട് കേന്ദ്രത്തിൽ ഒരൊറ്റ കാര്യമേ ആവശ്യപ്പെടാൻ പോകുന്നു. ഈ തർക്കം നിങ്ങൾ മാറ്റി വെച്ചിട്ട് ജനങ്ങളുടെ ആവശ്യം ആദ്യം മനസ്സിലാക്കൂ. പിന്നെ നിങ്ങളുടെ ഇടയിലുള്ള തർക്കം നിങ്ങൾ പിന്നെ ഷോർട്ടാക്കി. ഇത് ഞാൻ പിന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടും സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടും 2 ഭാഗത്തും ഇല്ല. പക്ഷേ ജനങ്ങളുടെ ഒപ്പമാണ് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതെന്തായാലും ഉറപ്പായിട്ട് ചെയ്തു തരണം. മൂന്നാമത്തത് പെൻഷൻ്റെ കാര്യം. നിങ്ങൾ നമ്മുടെ സാമൂഹ്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടിൽ നിങ്ങളൊരു ആശ്വാസം കൊടുക്കുന്നവരായിട്ട്, ഒരു ശരിക്ക് നമ്മുടെ സൊസൈറ്റിയിലെ സെക്യൂരിറ്റി കൊടുക്കുന്നവരാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്കും ഒരു സോഷ്യൽ സെക്യൂരിറ്റി വേണ്ടേ അല്ലേ? അതാണ് അത്യാവശ്യം. അപ്പോൾ ആ സ്പിരിറ്റിൽ നിങ്ങളെല്ലാവർക്കും അതിൻ്റെയും ഒരു അവകാശം ഉണ്ടാകും. പിന്നെ അവസാനത്തിൽ പിന്നെ റിട്ടയർമെൻറ്റ് സമയത്ത്, പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരു ഫേവർ ഗിഫ്റ്റ്. സാറും പറഞ്ഞ പോലെ ബംഗാൾ സംസ്ഥാനത്ത് അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതുപോലെ കേരളം എന്തുകൊണ്ട് എല്ലാറ്റിലും ഭാരതത്തിൽ എല്ലാറ്റിലും മുന്നോട്ട് നിൽക്കുന്ന കേരളം, നമ്മളിത് ഈ കാര്യത്തിൽ ഒരു 2ാം ഉദാഹരണമായിട്ടെങ്കിലും ചെയ്യണ്ടേ ബംഗാളിൻ്റെ ഒപ്പം. അപ്പം അതിനും ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ തിരുത്തണം തരാൻ തയ്യാറാണ്. ഈ 4 ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് നിൽക്കുന്നു. ഞാൻ നാളെ തന്നെ ഇനിയും ഓരോ സമരങ്ങൾ ഇറങ്ങാൻ പോകുന്നു. എനിക്ക് നാളെ പാർലമെന്റിൽ ഒരു കമ്മിറ്റി മീറ്റിംഗ് കൊണ്ട് കാര്യം ഞാൻ ആ കമ്മിറ്റിയുടെ ചെയർമാൻ അധ്യക്ഷനായ കാരണം എനിക്ക് എന്തായാലും രാവിലെ 8 മണിക്ക് പോകണം. ഞാൻ പോകുന്നത് നിങ്ങളെ കണ്ടിട്ടും നിങ്ങളുടെ സന്ദേശം കേട്ടിട്ടും നിങ്ങളുടെ സന്ദേശം എടുത്തിട്ടുമാണ് പോകുന്നത്. നിങ്ങളുടെ ഓരോരോ ആവശ്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ ശബ്ദം ഡൽഹിയിൽ കേൾപ്പിക്കും, തിരുവനന്തപുരത്ത് എന്തായാലും കേൾപ്പിക്കും. ധൈര്യത്തോടെ മുന്നോട്ട് പോകും. ഞാൻ നാണക്കാട് പറയുന്ന തോന്നുന്നൊരു കാര്യമാണ്, നിങ്ങളെല്ലാവരും പുരുഷന്മാരായിട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുന്നത് എനിക്കൊരു സങ്കടമായിട്ട് തോന്നുന്നു. ഒരു ചോദ്യം, പുരുഷന് സംഭവിച്ചാലും വിപ്ലവം ഉണ്ടാകുന്ന പേടിച്ചിട്ട് അവർ വേഗം ഇങ്ങനെ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ മര്യാദ കണ്ടിട്ടാണ് അവര് ഇതുവരെ നിങ്ങളെ സഹായിക്കാതിരുന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ശബ്ദം എല്ലാവരും കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഈ സമരം എല്ലാവരുടെയും വാർത്തയാണ്. ഇത് ഈ നിങ്ങളെ കുറച്ചുകൂടി ശക്തമായിരിക്കും. അതെ, അങ്ങനെയൊക്കെ സമരം എന്നത് ജനാധിപത്യ അവകാശമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.